അച്ഛന്റെ അവസ്ഥ ഉണ്ടല്ലോ, സത്യം പറയാൻ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നേ. തൊലി മൊത്തവും കയ്യിലും ഇവിടുന്നൊക്കെ പോയിട്ട് ഫേസ് തന്നെ ആളുടെ ഫുൾ അങ്ങ് മാറിപ്പോയി. ഗ്യാസിനൊരു ചെറിയ ലീക്കുള്ള പോലെ എനിക്ക് തോന്നി. അവിടെ സിലിണ്ടർ ഇരിക്കണത് തൊട്ടടുത്ത് 2 സിലിണ്ടർ ഇപ്പോൾ ഉണ്ട്. അപ്പൊ ഈ തീ ഇങ്ങനെ ആടി കൊത്തി പടരുകയല്ലേ ഗൈസ്. അപ്പൊ ഇതാണ് അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ബോയ്സ്, ഞാനും ഇവന്മാരെല്ലാരും കൂടെ ചുമ്മാ എറണാകുളം വന്നപ്പോ ഇവിടെ കവരുണ്ടെന്ന് പറഞ്ഞിട്ട് കുമ്പളങ്ങി വന്നിരിക്കുവാണ്. കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അതേ സൂര്യപ്രഭ ഉണ്ട്, ഇവന്മാരെല്ലാരും ഉണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ചേട്ടാ, കാണുവാണെങ്കിൽ കാണിച്ചു തരാവേ. ഞാൻ ആദ്യമായിട്ടാണ് അവർ കാണാൻ പോകണം. സിനിമക്കകത്ത് അല്ലാണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ, റോഡ് മൊത്തം ആൾക്കാരാണ്. ചെറുതായിട്ടൊക്കെ ഒരു നീല കളറും പച്ച കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓ പോളി, അത് പിന്നെ ഉണ്ട് കേട്ടോ. സുരണ നീ ചാടി നീന്തടാ. ഒരു ഡയർ വരട്ടെ, നീന്തോ ചാടി. 1000 രൂപ 5000 രൂപ ചാടുവോ സൂര്യ? 5000 രൂപ. എടാ 5000 രൂപ കിട്ടും. ഒന്ന് ജസ്റ്റ് ചാടി നീന്തിയാ മതി. മൈൻഡ് എല്ലാരും കാണും നിന്നെ. നീ എന്റെ കളറിലിറങ്ങി കളർമാനായി മാറും. 25000 രൂപ. 5000 ഒരു തരം, 2 തരം, 3 തരം. ഗൈസ്, ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അതേ അവിടെയൊക്കെ ഇങ്ങനെ ഇളക്കുന്നു, കൈയൊക്കെ ഇട്ട് നടക്കുന്നു. എന്തുവാടാ പോടാ, ആഴമില്ലേ? പോടാ, നല്ല ചീക്കുള്ളാണ് ഇത്. എന്തേ ഗൈസ്, ഇവന്മാര് പൊളിയാട്ടെ നീന്തുന്നു. ഇങ്ങനെ ഒരുപാട് ചാടിയ ഗൈസ്. വിഷയായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നിയാസ് ബ്രോ ഉണ്ടല്ലോ, വെള്ളത്തിൽ ചാടാൻ പോവാണ്. ഞാൻ ചുമ്മാ ഡയർ കൊടുത്താൽ അവനിപ്പോ ചാടുവേ. ഗൈസ് എല്ലാരും ഇങ്ങോട്ട് നോക്കിയോ, അവനിപ്പോ ചാടി കൊടറാക്കാൻ പോവാട്ടോ. പോളി സൂര്യ, നിനക്ക് ചാൻസ് ഉണ്ട്, ചാട്. 10000 രൂപ. ചെറുക്കന്തേ സൂര്യല്ല അല്ല 6000 സൂര്യനൊക്കെ വരുന്നുണ്ട്. ഗൈസ്, ഇവൻ ചാടിയപ്പോൾ എനിക്കൊരു ആഗ്രഹം, കാരണം എനിക്കും ചാടണമെന്ന്. കാരണം വെള്ളത്തിൽ കളറൊക്കെ ഇട്ട് നീന്തി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാനും ചാടാൻ പോകട്ടെ. ആരും നോക്കണ്ട, സിക്സ് പാക്ക് അടുത്ത വർഷം വരും. കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചക്കിറുക്കിനി ഉയരത്തിൽ പറക്ക്. ചെറിയ കൂത്താലും താമര കണക്ക്, ചോറ് പോലെ മണ്ണിൽ ജീവിക്കാൻ. ഇവിടെ അടുത്തോട്ട് വാ, നീന്തി വാ. അടിപൊളിയായിരുന്നു കേട്ടോ. നൈസ് എക്സ്പീരിയൻസ്. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അവർ ചാടി നോക്ക്. ഗൈസ്, നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബർ. ഇതിൽ ആരൊക്കെ എന്റെ വീഡിയോ ഉണ്ടോ സത്യമായിട്ടും? ബ്രോ പേരെന്തുവാ? എന്റെ ഒരു ജിനു. എത്ര നാളെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട്? അത്യാവശ്യം എല്ലാം കാണാറുണ്ട് ബ്രോ. എന്തോ നീ അത് ചാടിയിട്ട് ഭ്രാന്താൻ തോന്നുന്നു. അടിച്ചു പോയതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാറുണ്ട്. അതല്ലാണ്ട് നിങ്ങളുടെ യൂട്യൂബിലെല്ലാം കറക്റ്റായിട്ട് കാണാറുണ്ട്. നിങ്ങൾ അത്യാവശ്യം കൊള്ളാം, കാണുന്നത് ഇഷ്ടപ്പെടാറുണ്ട്, ഉള്ളത് പറയാറുണ്ട്. ബാക്കിയുള്ള അങ്ങനെ യൂട്യൂബേഴ്സിനൊന്നും വലിയ കാര്യമായിട്ട് നമ്മള് വാച്ച് ചെയ്യാത്ത ആളാണ്. ഓ അളിയ, എവിടെ സ്ഥലം എവിടെ നിങ്ങളുടെ? ഞങ്ങളിവിടെ തൃപ്പൂണിത്തുറ തന്നെ. ഓ എന്തായാലും അളിയ കണ്ടതിൽ സന്തോഷം. ഇനി സമയം കിട്ടപ്പോ വീഡിയോ ഒക്കെ കാണണം. ഉറപ്പായിട്ടും കാണും ബ്രോ. ഓക്കെ ബ്രോ, അപ്പൊ എന്തായാലും വിളിക്കേട്ടാ. ഓക്കെ ബ്രോ. ഗൈസ്, ഇത് കണ്ട അച്ഛൻ എണ്ണത്തോണി കിടന്നിട്ട് എഴുന്നേറ്റ് വന്ന ഒരു ലുക്കില്ലേ? ഇത് ആക്ച്വലി നെയ്യും കുറെ വേറെന്തായിരുന്നു വെച്ചത്? എന്താ ബെർണോളൊക്കെ. എന്താണ് ചെയ്യുന്നത് വെച്ചാല് വൈകുന്നേരം എല്ലാ ദിവസവും മറ്റേ ഈ ഉള്ള ചപ്പും ചോറും കുപ്പയൊക്കെ ഇട്ട് കത്തിക്കുക. പറയും ഇന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോ അച്ഛനും വടിയൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റുഡിയോ അങ്ങനെ സ്പ്രേ ഇല്ലേ, സ്പ്രേ അകത്തെങ്ങാണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അത് പൊട്ടിത്തെറിച്ച് ഞാൻ പൊക്കത്തിന് എനിക്ക് ഒച്ച കേൾക്കാൻ പറ്റി. എന്നിട്ട് ഞാൻ ഓടി വന്നിട്ട് സുഡിയുടെ സ്പ്രേ പൊട്ടിത്തെറിച്ച്, ആ സുഡിയുടെ സ്പ്രേ അതിനകത്തെങ്ങാണ്ട് ഉണ്ടായിരുന്നെ. അത് പൊട്ടിത്തെറിച്ചിട്ട് അച്ഛൻ ഞാൻ നോക്കുമ്പോ അവിടുന്ന് ഓടി ഇരുത്തോട്ടൊക്കെ വരും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാ ഇവിടെ ഒന്നും മുടിയില്ല. അച്ഛൻ ഇവിടെ മുടി ഇങ്ങനെ കത്തിപ്പോയി, നെഞ്ചതൊക്കെ
നെഞ്ചിറക്കം ഇപ്പോഴും കരിഞ്ഞിരിപ്പുണ്ട്. ഇവിടെയൊക്കെ രോമൊന്നും ഇല്ല. രണ്ട് കൈ കണ്ട സീൻ. ഇവിടെ രോമുണ്ട്, ഇവിടെ ഇവിടെ ഗൈസ് കണ്ട തൊലി പോയി. ഓ പുരികത്തിന്റെ പകുതി ഇല്ല. ദേ ഗൈസ് കണ്ട പുരികത്തിന്റെ പകുതി ഇവിടെ ഇല്ല. ദേ ഇവിടെ ഇത്രയും കത്തിയിരിക്കണ്ട. അടി ഞാൻ പാച്ച ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇവിടെ മാത്രം പൊള്ളിയുള്ള അല്ലാണ്ട് വേറെ വല്ല അസ്വസ്ഥത എവിടെയാന്ന് പറഞ്ഞു. നേരെ കുളിച്ച് പെട്ടെന്ന് പറഞ്ഞ് കുറച്ച് മറ്റേ ബാമൊക്കെ ജയിച്ചു പണ്ടപ്പോഴും തൊലി പോയായിരുന്നു ഇത്തിരി. അതൊക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള നാട്ടുകാർ മൊത്തം വീട്ടിലിറങ്ങി സ്വച്ഛ കേട്ടിട്ട്. അത് ഇങ്ങോട്ട് ഡയറക്റ്റ്ലി ഒന്നൊന്നും ഇല്ല. ആരെണ്ണൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ എനിക്കും ചേച്ചിക്കും അമ്മയ്ക്കും ചേട്ടനൊക്കെ കോളി. ഓ ആരും പക്ഷെ ഇങ്ങോട്ടൊന്നും വന്നില്ല കേട്ടോ. സൂപ്പർ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കത്തിച്ച് ഇതേപോലെ എന്തെങ്കിലും കത്തിക്കുകയാണെങ്കിൽ സൂക്ഷിക്കണം. ഇതേപോലത്തെ സ്പ്രേ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലോസീവ് ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം കത്തിക്കാൻ കേട്ടോ. അപ്പുറത്തെ അച്ഛൻ ഗ്യാസ് ഉണ്ടെന്നും പറഞ്ഞാൽ അവിടെ നിന്ന് ഇത്തിരി തട്ടി മാറ്റിയത്. അച്ഛൻ എങ്ങനെയുണ്ടല്ലോ എക്സ്പീരിയൻസ്? സത്യം ചുമ്മാ ചോദിച്ചേ. അതായത് ഗ്യാസിനൊരു ചെറിയ ലീക്കുള്ള പോലെ എനിക്ക് തോന്നി. അവിടെ സിലിണ്ടർ ഇരിക്കുന്നിടത്ത് തൊട്ടടുത്ത് 2 സിലിണ്ടർ ഇപ്പോണ്ട്. അപ്പൊ ഈ തീ ഇങ്ങനെ ആടി കൊത്തി പടറിയല്ലേ. അല്ലെങ്കിൽ ഗ്യാസിന് തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വടി കൊണ്ട് തട്ടിയത്. അത് ഗ്യാസിന് തീ പിടിച്ചാൽ അത് പൊട്ടത്തൊന്നുമില്ല. കാര്യം എനിക്കറിയാം. അരമണിക്കൂർ കഴിഞ്ഞ സിലിണ്ടർ ഒന്നും പൊട്ടിയാല. ഇപ്പൊ ചുമ്മാ ഗ്യാസിന്റെ ലീക്ക് ഉണ്ട്, എന്നിട്ട് അതിലോട്ട് തീ കൊടുത്താൽ പൊട്ടത്തില്ലേ? പൊട്ടത്തില്ല. അതിന്റെ ഗ്യാസ് പ്രഷർ ഉള്ള കാരണം വെളിയിലോട്ട് ഇങ്ങനെ തീ തള്ളിക്കൊണ്ടിരിക്കും. അത് അകത്തോട്ട് അപ്പൊ കയറി പോകത്തില്ല. ആ തീ അകത്തോട്ട് കയറണമെങ്കിൽ പ്രഷർ നല്ലപോലെ കുറയണം. കുറഞ്ഞതിന് ശേഷം തീ അകത്തോട്ട് കയറുള്ളൂ. അല്ലാതെ തീ കയറിയല്ല. അങ്ങനെ ചരിത്രമില്ല തീ അകത്തോട്ട് കയറിയത്. തീ കയറും എപ്പോഴാ ഗ്യാസിന്റെ പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ തീ അകത്തോട്ട് കയറും. അല്ലാതെ കയറത്തില്ല തീ. അല്ലാതെ ഇങ്ങനെ വെളിയിലോട്ട് തള്ളിക്കൊണ്ടിരിക്കും. അപ്പൊ ന്യൂസ് ഒക്കെ വരുന്ന ഇപ്പൊ വീട്ടിൽ ഇരുന്ന് ഗ്യാസ് പൊട്ടി അല്ല ഗ്യാസ് പൊടി ഇങ്ങനെ വീട്ടിലെ മൊത്തം അടച്ചിട്ടിട്ട് വിൻഡോ ഒക്കെ അടച്ചിട്ടേച്ച് മൊത്തം തീ പെരക്കി തീ പിടിക്കണ മൊത്തം കത്തുമ്പോഴാണ് ഗ്യാസ് പൊട്ടി തെറിക്കണത്. അപ്പൊ എന്താ അകത്തോട്ട് കയറുക? അല്ല മൊത്തം സിലിണ്ടർ മൊത്തം ചൂടായില്ലേ. മൊത്തം മെറ്റലല്ലേ. മെറ്റലാകുമ്പോ മൊത്തം പൊട്ടാൻ കൂടുതലാണ്. സിലിണ്ടർ ചൂടാണ്ട് അതിന്റെ അറ്റത്ത് മാത്രം ഇങ്ങനെ തീ പിടിച്ച് കഴിഞ്ഞാൽ പൊട്ടത്തില്ല. അത് കുറെ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കത്തിയ ശേഷം ഗ്യാസിന്റെ പ്രഷർ കുറയുമ്പോഴേ അകത്തോട്ട് തീ കടക്കുള്ളൂ. അതുവരെ ഒന്നും പൊട്ടത്തില്ല. ചാക്കെടുത്തിട്ട് ആൾക്കാർക്ക് എടുത്തിട്ടുണ്ട്. ചാക്കും തുണിയൊക്കെ എടുത്ത് ആൾക്കാർ. ഞാൻ കാണിച്ചു തരാവേ ഏത് സ്പ്രേ ആണ് പൊട്ടിയത്. ഇതേ ഗൈസ് ഇതാണ് ഇവിടെയാണ് കത്തിച്ചോണ്ടിരുന്നത്. ഇത് അടുക്കളയാണ്. അടുക്കളയുടെ പുറകിലാണ് ഇത്. ഇവിടെ കത്തിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതേ നമ്മുടെ സ്റ്റുഡിയോന്ന് വാങ്ങണ സ്പ്രേ ഇല്ലേ, ഇതിനകത്ത് ഉണ്ടായിരുന്നു തോന്നുന്നു കുറച്ചങ്ങാണ്ട്. അത് പൊട്ടിത്തെറിച്ചിട്ടാണ് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായത് കേട്ടോ. കണ്ടോ ഈ സാധനം പൊട്ടിത്തെറിച്ചിട്ട് ഇത് പൊട്ടിത്തെറിച്ച് അതിൻ്റെ വെള്ളം പോലെ ഇങ്ങനെ അച്ഛനെ കയ്യിലോട്ട് വന്ന് വീണ് കുറച്ച് നേരം കത്തിയെന്ന് അച്ഛൻ പറഞ്ഞത്. അതുപോലെ തന്നെ അതിന്റെ ഇപ്പുറത്താണ് അതേ ഗ്യാസ് ഇരുന്നത്. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഈ കയ്യിലെ രോമം ശ്രദ്ധിച്ചാ? ഇനി ഈ കയ്യിലെ രോമം ശ്രദ്ധിച്ചാ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ കയ്യില് രോമം ഇല്ല, അതെല്ലാം കത്തിപ്പോയി. ഗൈസ് ഒന്നുകൂടെ പറയാണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കത്തിക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് കണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കത്തിച്ചേക്കണം നെക്സ്റ്റ് ടൈം. ഗൈസ് ഇന്നലെ ആയിരുന്നു ഈ സംഭവം നടന്നത്. ഇപ്പൊ അച്ഛന്റെ ഫേസ് ഒക്കെ നോക്കിയ തൊലിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഓ മാൻ ദേ കയ്യിലെ തൊലിയൊക്കെ നല്ലൊരു പോയി കേട്ടാ. ഞരമ്പ് മൊത്തം തടിച്ച്. ഓ ഞരമ്പാണല്ലേ സീൻ. പിന്നെ വയറിന്റെ അവിടെ അച്ഛാ ഗ്ലാമർ പോയി കേട്ടാ. അത് പോട്ടെ, അത് തിരിച്ചു വരും. അതിനൊന്നും എനിക്ക് പേടിയില്ല. ഇച്ചിരി വെളുത്ത് വരും. ഇപ്പൊ ഊത്തിലൊന്നും ഇല്ലല്ലോ. ഇല്ല നാളെ നമ്മൾ മാസ്ക് വയ്ക്കും. അപ്പൊ അറിയത്തില്ല. മൂക്കൊക്കെ കളർ പോയി. ഓ കരിഞ്ഞു കേട്ടാ. കരിഞ്ഞു പോയി. പറക്കം തളികല സിനിമയ്ക്ക് കണക്ക്. അത് അങ്ങനെയാണ് ഇരുന്ന്. ഞാൻ കറുത്തായിരുന്നു. കത്തി കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഇരുന്ന കൈ പോലെ ഇരുന്ന്. ഷവറിന്റെ അടുത്ത് പോയി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ 10-20 മിനിറ്റ് അവിടെ നിന്നു. അന്നേരം അത് ശരിയായി. പിന്നെ AC ഓണാക്കി നല്ല കൂളിലിട്ട് 18 Guys, ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ. ഭയങ്കര സീരിയസ് ആണ്. കാരണം ഈ ഒരു സംഭവം നടന്നിട്ട് ആ ഒരു എക്സ്പ്ലോഷൻ നടന്നിട്ട് ഏകദേശം ഒരു 4 days എങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അച്ഛന്റെ അവസ്ഥ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ തൊലി മൊത്തവും കയ്യിലും ഇവിടുന്നൊക്കെ പോയിട്ട് ഫേസ് തന്നെ ആളുടെ ഫുൾ അങ്ങ് മാറിപ്പോയി. പെയിനൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ആശുപത്രിയിലൊക്കെ പോയി. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കും അച്ഛാ പോകണം എന്തെങ്കിലും. അറാച്ച പറയടാ അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി ചെയ്ത് ഹീൽ ചെയ്യാൻ തന്നെ സമയം എടുക്കും. ചൂടുള്ള സ്ഥലത്ത് അവിടെ പോയാൽ തന്നെ
നീറും. പിന്നെ AC ഒക്കെ ഇട്ട് എപ്പോഴും അതിന്റെ അടിയിൽ തന്നെ വേണം ഇരിക്കാൻ. ഫേസ് മൊത്തത്തിൽ അങ്ങ് പോയത്, ഫേസിന്റെ ഇവിടുത്തെ തൊലി മൊത്തം അച്ഛന്റെ പോയി. അതുപോലെ തന്നെ കൈ ഫുള്ള് ഇപ്പൊ പോയി. ഇപ്പൊ കാണിച്ചു തരാം. അച്ഛനാണെങ്കിൽ ഇപ്പൊ പുറത്തൊന്നും ഇറങ്ങുന്നില്ല, ഇവിടെ തന്നെ. അല്ലെങ്കിലും ആരും കോൺഫിഡൻസ് കാണുന്നില്ല, പിന്നെ പറ്റത്തുമില്ല. അപ്പൊ ഞങ്ങളെല്ലാരും അത് പെട്ടെന്ന് ഹീലാട്ടെന്ന് പറഞ്ഞ് ഇരിക്കുവായിരുന്നു ഗൈസ്. അപ്പൊ ഇതാണ് അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടേക്ക് ഇത്തിരി നീരായി, ഈ സൈഡിലെ ഫുള്ള് സ്കിന്ന് ഇന്നലെ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പൊ വീണ്ടും ഇപ്പൊ ഓക്കെ വരുന്നുണ്ട് ഇവിടെയൊക്കെ. നെറ്റിയില് പക്ഷെ ഇത്തിരി ഉണ്ട് റിക്കവർ. പക്ഷെ കൈയാണ് ഗൈസ് സീൻ. കണ്ട, ഇത് ആക്ച്വലി പഴുത്തൊന്നും ഇരിക്കുവല്ല കേട്ടോ, ഇതിപ്പോ ക്രീം ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ പുറത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ബ്ലാക്ക് കളർ ഇരിക്കുമല്ലായിരുന്നു, അതൊക്കെ മാറി. ഇവിടെയൊക്കെ ഇത്തിരി പുറത്ത്. പക്ഷെ ഇവിടെ ഇത്തിരി പാടാ പൊറുക്കാൻ. ഇതിന്റെ ഒരു പച്ച കളറിലൊരു പഴുപ്പാണ് അത് വരുന്നത്. അത് എല്ലാ ദിവസവും ഇങ്ങനെ ചകഞ്ഞിങ്ങനെ കളയണം. അതെന്തിനാ അങ്ങനെ കളയുന്നത്? നല്ല ബ്ലഡ് വെളിയിലോട്ട് വന്നാലേ അത് മരുന്ന് കയറി പിടിക്കുള്ളൂ, അല്ലെ പഴുപ്പ് കയറി വരും. പിന്നെ അച്ഛനാണെങ്കിൽ ഇതിന് ഷുഗറും ഒക്കെ ഉണ്ട്. ഷുഗർ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് പ്രശ്നം. എന്നാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര സീനായിരുന്നു. ഇപ്പൊ പക്ഷെ ഇത്തിരി അവിടെ ഇവിടെയൊക്കെ ഹീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ച് നാൾ എടുക്കുമല്ലോ ചോദിച്ചാ. 10 ദിവസം എടുക്കും. എങ്ങനെ 10 ദിവസം എടുക്കും. രാവിലെ വൈകിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാൻ 1.5 പണിയാണ്. കാര്യം എങ്ങനെ സുന്ദരനായിരുന്നു എന്റെ ഡാഡി കൂളായിരുന്നു. ആരോ കണ്ണു വെച്ചാണ് അച്ഛാ. അതൊക്കെ റെഡിയാക്കി എടുക്കും നമ്മള്. അത്രേ ഉള്ളു. ഇതാണ് ഗൈസ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. അച്ഛന്റെ സത്യം പറഞ്ഞാൽ ഭയങ്കര ബാഡായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടാ. കാരണം അച്ഛൻ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് അടിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നേ. അപ്പൊ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈയിടെയായിട്ട് ഭയങ്കര ഡൗൺ അടിച്ച് കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് എന്തോ നമുക്കൊരു ബാഡ് അടിക്കുമെന്ന്, അങ്ങനത്തെ ഒരു ഫീലൊക്കെ. പക്ഷെ എന്നാലും അച്ഛന് കോൺഫിഡൻസ് സമ്മതിക്കത്തില്ല. കാരണം എന്തൊക്കെ പറയാം, ഞങ്ങളൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോ ഇതൊക്കെ മാറും പോലെ, നീ നോക്കിക്കടോ കുറച്ചാളായപ്പോ നിന്നേക്കാളും ഗ്ലാമർ ഞാൻ, അങ്ങനെയൊക്കെ എന്നോട് പറയുന്ന ആ കാര്യത്തിൽ അച്ഛൻ വേറെ ലെവല എന്ന് പറഞ്ഞ കോൺഫിഡൻസ്. അതുപോലെ തന്നെ ആരൊക്കെ എന്തൊക്കെ വന്നാലും അച്ഛൻ ഇങ്ങനെ നിന്നോളൂ കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് അറിയാൻ പറ്റും പുള്ളിക്കാണെങ്കിലും ഒരിതുണ്ട്. കാരണം പുറത്തോട്ടൊന്നും പോകാൻ വരത്തില്ല. പിന്നെ പെയിനും ഒക്കെ ഉണ്ടെന്നേ, അതൊന്നും ഉണ്ടെങ്കിലും പറയത്തൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാ. പിന്നെ ആദ്യം ഒന്ന് ഹോസ്പിറ്റലിൽ വിളിച്ചാൽ വരത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ പോയത്. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് അവസ്ഥ. എന്തായാലും ഉടനെ അച്ഛൻ്റെ ഇതൊക്കെ ഒന്ന് ഹീലാവും എന്നാണ് ഞാൻ വിചാരിക്കണം. എന്തായാലും ഹീലാവും, അത്രേ ഉള്ളൂ. അതേപോലത്തെ അന്യ കോൺഫിഡൻസാണ്. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ് ഗൈസ്. നമ്മൾ എന്ത് വിചാരിക്കുന്നു അതൊക്കെ നടക്കും. അപ്പൊ എന്തായാലും അച്ഛൻ്റെ കാര്യത്തിൽ അതൊന്നും പറയണ്ട, ഭയങ്കര വിൽ പവറും അതുപോലെ തന്നെ ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര ഇതൊക്കെ. അതുകൊണ്ട് അതൊക്കെ ഹീലാവും. നിങ്ങളുടെ എന്നാലും പ്രേയേഴ്സൊക്കെ വേണം. ഓക്കെ, ഞാൻ ഇങ്ങനെയൊന്നും പറയാറില്ല ബേസിക്കലി, എന്നാലും ജസ്റ്റ് പറഞ്ഞെന്നില്ല. ഓക്കെ, ലവ് യു ഗൈസ്, ടേക്ക് കെയർ, ബൈ.